അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ദർസുൽ ഖുർആനിന്റെ പ്രതിവാര ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശുദ്ധ ഖുർആനിലെ 66-ാമത്തെ അധ്യായമായ സൂറത്തു തഹ്രീമിലെ ആയത്തുകളാണ് ഏതാനും ആഴ്ചകളായി നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രസ്തുത അധ്യായത്തിലെ അവസാനത്തെ 2 വചനങ്ങളാണ് ഇന്ന് നമ്മൾ വായിച്ചു വിശദീകരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് വിഷയങ്ങളെ സംബന്ധിച്ച് ഈ അധ്യായത്തിൽ പരാമർശിക്കുന്നത് കഴിഞ്ഞ ആയത്തുകളുടെ വിശദീകരണങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അതിലെ 11-ാമത്തെയും 12-ാമത്തെയും ആയത്തുകളാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത്. അതിലെ 10 വരെയുള്ള ആയത്തുകളിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ അനവധി ഗൗരവമുള്ള ചില വിഷയങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുകയുണ്ടായി. കഴിഞ്ഞ ക്ലാസ്സിൽ സത്യനിഷേധികൾക്ക് മാതൃകയായി അള്ളാഹു എടുത്തു കാണിക്കുന്ന 2 സ്ത്രീകളെക്കുറിച്ച് പരാമർശിക്കുകയുണ്ടായി. അതിനുശേഷം സത്യവിശ്വാസികൾക്ക് മാതൃകയായി 2 സ്ത്രീകളെക്കുറിച്ച് വിശദീകരിക്കുന്ന വചനങ്ങളാണ് സൂറത്തു തഹ്രീമിലെ 11-ാമത്തെയും 12-ാമത്തെയും ആയത്തുകൾ, അഥവാ ഇന്ന് നമ്മൾ വിശദീകരിക്കുന്ന ആയത്തുകൾ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين. ഈ 11-ാമത്തെ ആയത്തിന്റെ നേർക്കുനേരെയുള്ള അർത്ഥം വദറബല്ലാഹു മസലൻ, അള്ളാഹു ഒരു ഉപമ എടുത്തു കാണിക്കുകയാണ്. ആർക്കു വേണ്ടിയുള്ള ഉപമയാണ്? ലില്ലദീന ആമനു, സത്യവിശ്വാസികൾക്ക് വേണ്ടി അള്ളാഹു മാതൃകയായി എടുത്തു കാണിക്കുന്ന ഒരു കാര്യം. അതാരെയാണ്? ഇമ്രഅത്ത ഫിർഔന, ഫിർഔനിന്റെ ഭാര്യയായ സ്ത്രീ. അഥവാ ചില ചരിത്രങ്ങളിലും തഫ്സീറുകളിലുമൊക്കെ ചില ഹദീസുകളിലുമൊക്കെ ആസിയ എന്നാണ് അവരുടെ പേര് പരാമർശിക്കുന്നത്. ഇത് ഖാലത്ത്, അവർ ഇങ്ങനെ പറഞ്ഞ സന്ദർഭം, റബ്ബിബ്നി ലീ ഇൻദക ബൈത്തും ഫിൽ ജന്ന, പടച്ചവനെ എനിക്ക് നിന്റെ അടുക്കൽ നിന്റെ സ്വർഗത്തിൽ ഒരു ഭവനം നീ ഉണ്ടാക്കി തരണമേ. വനജ്നി മിൻ ഫിർഔന വഅമലിഹി, ഫിർഔനിൽ നിന്നും അവന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തുകയും ചെയ്യണമേ.
വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ, അക്രമികളായ ഈ ജനതയിൽ നിന്നും എന്നെ രക്ഷിക്കണമേ എന്ന് ആസിയ ബിന്ത് മുസാഹിം പ്രാർത്ഥിക്കുകയാണ്. ഇതാണ് അള്ളാഹു തന്നെ നമുക്ക് വിശദീകരിച്ചു തരുന്ന സൂറത്തു തഹ്രീമിലെ 11-ാമത്തെ വചനം. നമുക്കറിയാം, കഴിഞ്ഞ ആയത്തിൽ സത്യനിഷേധികൾക്ക് ഉപമയായി, ഉദാഹരണമായി എടുത്തു കാണിക്കപ്പെട്ട 2 സ്ത്രീകൾ 2 പ്രവാചകന്മാരുടെ പത്നിമാരായിരുന്നു. ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ഇണകളെയായിരുന്നു സത്യനിഷേധികൾക്ക് മാതൃകയായി അള്ളാഹു ഉദാഹരിച്ച് കാണിച്ചു തന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അള്ളാഹുവിന്റെ 2 പ്രവാചകന്മാരുടെ ഇണകളായിരുന്നിട്ട് പോലും അത് വേണ്ട രൂപത്തിൽ ഇഹലോകത്തോ പരലോകത്തോ ഉപയോഗപ്പെടുത്താൻ അവർക്ക് സാധിച്ചില്ല. അപ്പൊ ഏതെങ്കിലും നല്ലവനായ ഒരു മനുഷ്യന്റെയോ അല്ലെങ്കിൽ ഒരു പ്രവാചകന്റെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൽക്കർമ്മകാരിയുടെ മകളായി അല്ലെങ്കിൽ ഇണയായി എന്നുള്ളത് കൊണ്ട്, ആ ഒരു ബന്ധം കൊണ്ട് മാത്രം ഒരാൾക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. അതിന് അവനവൻ തന്നെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും വിശ്വാസം സ്വീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതിന്റെ നേരെ വിപരീതമായ ഒരു ഉദാഹരണം കൂടെ അള്ളാഹു ഈ 11-ാമത്തെ ആയത്തിൽ നമുക്ക് ഉദാഹരിച്ചു തരികയാണ്. ഇവിടെ അള്ളാഹു ഉദാഹരിക്കുന്നത് സത്യവിശ്വാസികൾക്ക് മാതൃകയായിട്ട് ലോകത്തിലെ കൊടിയ അക്രമിയും മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലെ ഈജിപ്തിലെ ഭരണാധികാരിയുമായിരുന്ന ഫറോവയെ കുറിച്ചാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രതിയോഗിയും നിഷ്ഠൂരനും സ്വേച്ഛാധിപതിയുമായിരുന്ന ഫിറഔൻ, ആ ഫിറഔന്റെ സത്യവിശ്വാസിയായ ഭാര്യയെക്കുറിച്ചാണ്. അവരെയാണ് ആസിയ ബിന്ത് മുസാഹിം എന്ന് ചരിത്രങ്ങളിൽ അല്ലെങ്കിൽ ഹദീസുകളിലൊക്കെ പരിചയപ്പെടുത്തുന്നത്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കൊണ്ടുവന്ന ആശയത്തിൽ ശക്തമായി അടിയുറച്ച് വിശ്വസിച്ച് അങ്ങനെ ജീവിതം നയിക്കുന്ന ഒരു മഹതിയായിരുന്നു ധിക്കാരിയായ ഫറോവയുടെ പത്നിയായ ആസിയ റളിയല്ലാഹു അൻഹ. അവർ സത്യവിശ്വാസം സ്വീകരിച്ച വിവരം തന്റെ ഭർത്താവായ ഫിറഔൻ അറിയുകയും തുടർന്ന് അങ്ങോട്ടെല്ലാം അവരെ കഠിനമായി മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയുമായിരുന്നു. ആ സമയങ്ങളിലെല്ലാം ആസിയ റളിയല്ലാഹു അൻഹ അള്ളാഹുവിനോട് ഇപ്രകാരം ദുആ ചെയ്തു എന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരികയാണ്. അക്രമിയായ നിഷ്ഠൂരനായ ഫറോവയുടെ കൊട്ടാരത്തിൽ സത്യവിശ്വാസിയായി ജീവിക്കുന്ന ആസിയ റളിയല്ലാഹു അൻഹയെ നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കുക. ആ നാട്ടിലെ ഏറ്റവും ക്രൂരനായ ഭരണാധികാരിയുടെ ഇണ സത്യവിശ്വാസം സ്വീകരിക്കുമ്പോൾ അവർക്കുണ്ടായേക്കാവാൻ ഇടയുള്ള മർദ്ദനങ്ങളും പീഡനങ്ങളും എത്ര ശക്തമായിരിക്കുമെന്ന് പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവ ശക്തമായപ്പോഴും തന്റെ അടിയുറച്ച വിശ്വാസം അത് കൈവിടാതെ താൻ ആരിലാണോ വിശ്വസിക്കുന്നത് ആ ഉന്നതനായ റബ്ബിൽ വിശ്വസിച്ചുകൊണ്ട് അവനോട് ദുആ ചെയ്യുകയാണ്. റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന. താൻ എത്ര മനോഹരമായ സൗകര്യങ്ങളുള്ള സുന്ദരമായ കൊട്ടാരത്തിലാണ് താൻ ജീവിക്കുന്നത് എന്നറിയാം. പക്ഷെ അതിനേക്കാൾ വലുതാണ് തന്റെ വിശ്വാസം വഴി പരലോകത്ത് സ്വർഗത്തിൽ തനിക്ക് ലഭിക്കാനിരിക്കുന്നത് എന്ന ആ വിശ്വാസമാണ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ അവരെ പ്രേരിപ്പിച്ചത്. ഖുർആൻ പറയുന്നു, റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന. എന്റെ രക്ഷിതാവേ, നിന്റെ സ്വർഗത്തിൽ എനിക്ക് നീ ഒരു ഭവനം ഉണ്ടാക്കി തരണമേ എന്ന്
അവർ ദുആ ചെയ്യുകയാണ്. മാത്രമല്ല വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി, ഫിർഔനിന്റെ ഈ കൊടിയ അക്രമത്തിൽ നിന്നും പീഡനത്തിൽ നിന്നും എന്നെ നീ രക്ഷപ്പെടുത്തുകയും ചെയ്യണമേ. ഫിർഔൻ മാത്രമല്ല, വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ, ഫിർഔനെ പോലെ തന്നെ അതിക്രമികളായ അയാളുടെ ആളുകൾ, അവരുടെ അതിക്രമത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമേ എന്ന് വളരെ ആത്മാർത്ഥമായ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ആസിയ റളിയല്ലാഹു അൻഹ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ഭൗതികമായ എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു കൊട്ടാരത്തിൽ ജീവിക്കുമ്പോൾ മരണശേഷമുള്ള അനശ്വരമായ ജീവിതത്തെ സ്വപ്നം കണ്ട, അങ്ങനെ സത്യവിശ്വാസം സ്വീകരിച്ച ആസിയ ബിന്തു മുസാഹിം റളിയല്ലാഹു അൻഹയെ ഖുർആൻ സത്യവിശ്വാസികൾക്കുള്ള മാതൃകയായി എടുത്തു കാണിക്കുമ്പോൾ, വിശ്വാസിയുടെ ജീവിതത്തിൽ ഇതുപോലെ എല്ലാ സന്ദർഭങ്ങളുണ്ടാകുമ്പോഴും ഈ നശ്വരമായ സുഖങ്ങളും സൗകര്യങ്ങളും ഒഴിവാക്കുവാനും അനശ്വരമായ പരലോകമോക്ഷം വഴി സ്വർഗത്തിലേക്ക് എത്തിപ്പെടാനും മനുഷ്യൻ ശ്രമിക്കണമെന്ന ഒരു സന്ദേശം ഈ ആയത്തിലൂടെ, ഈ ഉദാഹരണത്തിലൂടെ അള്ളാഹു നൽകുന്നതോടൊപ്പം തന്നെ എത്ര ധിക്കാരിയായ നിഷേധിയായ ഒരു മനുഷ്യന്റെ ഇണയായിരുന്നിട്ട് പോലും അവർക്ക് സ്വർഗപ്രവേശനം നേടാൻ സാധിക്കുകയും അവരെ ലോകത്തിലെ വിശ്വാസികൾക്ക് മാതൃകയായി അള്ളാഹു ഉദാഹരിക്കുകയും ചെയ്യുമ്പോൾ, മനുഷ്യരുടെ കർമ്മങ്ങളാണ് അവനെ ഉന്നതനാക്കുന്നത് എന്ന മഹത്തരമായ ഒരു സന്ദേശം ഒരിക്കൽ കൂടെ അള്ളാഹു നമ്മൾക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം 10-ാമത്തെ ആയത്തിൽ നൂഹ് നബിയുടെയും ലൂത്ത് നബിയുടെയും ഇണകൾ, ആ രണ്ട് മഹാമനസ്കരായ പ്രവാചകന്മാരുടെ ഇണകളായിരുന്നിട്ട് അവരുടെ കർമ്മങ്ങൾ, അവരുടെ ഇണകളുടെ കർമ്മങ്ങൾ, ആ കർമ്മങ്ങൾ വളരെ മോശവും മ്ലേച്ഛവുമായതിനാൽ അവരെ സത്യനിഷേധികൾക്ക് മാതൃകയായിട്ടാണ് അള്ളാഹു ഉദാഹരിച്ചത്. പ്രവാചകന്മാരുടെ ഇണകളായി എന്ന ഒരു കാര്യം, ആ സ്ഥാനം, ആ മഹത്വം ഒരിക്കലും അവർക്ക് ഗുണമായില്ല. അപ്പൊ അവരുടെ കർമ്മങ്ങളാണ് അവരുടെ പരിണിത ഫലം നിർണയിച്ചത് എന്നും ഇവിടെയും അങ്ങനെ തന്നെയാണ്. ധിക്കാരിയായ ഫറോവയുടെ, നിഷേധിയായ ഫിർഔനിന്റെ ഇണയായിരുന്നിട്ടും സത്യവിശ്വാസം സ്വീകരിച്ച് അതിനുവേണ്ടി പ്രവർത്തിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി അവരെ അള്ളാഹു സത്യവിശ്വാസികൾക്കുള്ള ഉപമയായി എടുത്തു കാണിക്കുകയാണ്. വളറബല്ലാഹു മസലൻ, അള്ളാഹു ഉദാഹരണമായി ഉപമയായി പറയുന്നു, എടുത്തു കാണിക്കുന്നു. ആർക്ക്? ലില്ലദീന ആമനും, സത്യവിശ്വാസികൾക്ക്. ആരെയാണ് ഉപമയായി കാണിക്കുന്നത്? ഇംറഅത്ത ഫിർഔന, ഫറോവയുടെ ഇണയെ, ഭാര്യയെ. ഇത് കാലത്ത്, അവർ ഇങ്ങനെ പറഞ്ഞ സന്ദർഭം, റബ്ബിബ്നിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, അല്ലാഹുവേ എനിക്ക് നിന്റെ സ്വർഗത്തിൽ നിന്റെ അടുക്കൽ ഒരു ഭവനം ഉണ്ടാക്കി തരണമേ. വനജ്നി മിൻ ഫിർഔന വഅമലിഹി, ഫറോവയുടെയും അവന്റെ പ്രവൃത്തിയിൽ നിന്നും എന്നെ രക്ഷിക്കുകയും ചെയ്യണമേ. വനജ്നി മിനൽ ഖൗമിൽ ളാലിമീൻ, അക്രമികളായ ഈ ജനതയിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തേണമേ എന്ന അവരുടെ പ്രാർത്ഥന. നോക്കൂ നിങ്ങൾ, എന്തുമാത്രം ഉറച്ച ദൃഢവിശ്വാസത്തിന്റെ ഉടമയായിരുന്നു അവർ എന്ന് നമുക്ക് കൃത്യമായി അള്ളാഹു കാണിച്ചു തരികയാണ്. അതുകൊണ്ട് തന്നെയാണ് സ്വർഗീയ സ്ത്രീകളിൽ, ഉന്നതരായ ആളുകളിൽ അവർ എണ്ണപ്പെടാനും കാരണമായത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു വചനത്തിൽ ഇങ്ങനെ കാണാൻ കഴിയും: അഫ്ളലു നിസാഇ അഹ്ലിൽ ജന്ന ഖദീജത്തു ബിൻത് ഖുവൈലിദ്, സ്വർഗീയ വനിതകളിൽ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ളവർ ഖുവൈലിദിന്റെ മകൾ ഖദീജ റളിയല്ലാഹു അൻഹയാണ്. ഫാത്തിമ ബിൻത് മുഹമ്മദ്, മുഹമ്മദിന്റെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ്. മറിയം ബിൻത് ഇമ്രാൻ, ഇമ്രാനിന്റെ മകൾ മറിയം അലൈഹിസ്സലാത്തു വസ്സലാമാണ്. നാലാമത്തേത് ആസിയ ബിൻത് മുസാഹിം
മുസാഹിമിന്റെ മകൾ ആസിയ റളിയല്ലാഹു അൻഹയാണ്. അഥവാ ഇംറഅത്തു ഫിർഔൻ, ഫറോവയുടെ ഭാര്യയായ ഇമ്രാനിന്റെ മകൾ, മുസാഹിമിന്റെ മകൾ ആസിയ റളിയല്ലാഹു അൻഹ. ഈ 4 പേരാണ് സ്വർഗത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായ വനിതകൾ എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിശദീകരിച്ചു തന്നു. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എത്ര മോശക്കാരന്റെ ഇണയാണെങ്കിലും സഹോദരിയാണെങ്കിലും ബന്ധുവാണെങ്കിലും ഒക്കെ അവനവന്റെ കർമ്മങ്ങൾ കൊണ്ട് ഏറ്റവും ഉന്നതരാകാൻ സാധിക്കും എന്നുള്ളതാണ്. എന്നാൽ ഏറ്റവും മഹാനായ, ഏറ്റവും നല്ലവരായ ആളുകളുടെ ബന്ധുക്കളോ ഇണകളോ സഹോദരികളോ ആയതുകൊണ്ട് മാത്രം അവർക്ക് ഉന്നതരാവാൻ സാധിക്കുകയില്ല. അപ്പൊ ചുരുക്കത്തിൽ അവരവരുടെ കർമ്മങ്ങളാണ് ഒരാളെ, അതാണാവട്ടെ പെണ്ണാവട്ടെ, ഉന്നതനാക്കുന്നത്. അവനെ താഴ്ത്തിക്കളയുന്നതും അവന്റെ കർമ്മങ്ങളാണ്, ദുഷിച്ച കർമ്മങ്ങളാണ്. ഇനി 12ാമത്തെയും സൂറത്തു തഹരീമിലെ അവസാനത്തെയും ആയത്തിൽ എന്താണ് അള്ളാഹു പറയുന്നതെന്ന് നോക്കാം. ومريم ابنة عمران التي أحصنت فرجها فنفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين. ഈ 12ാമത്തെ ആയത്തിലും സത്യവിശ്വാസികൾക്കുള്ള മറ്റൊരാളെ ഉപമയായി അള്ളാഹു ഉദാഹരിക്കുകയാണ്. മറിയമു ഇബ്നത്ത് ഇമ്രാൻ, ഇമ്രാനിന്റെ മകളായ മറിയം അലൈഹിസ്സലാത്തു വസ്സലാമാണ് അത്. സത്യവിശ്വാസികൾക്കുള്ള 2ാമത്തെ ഉപമ. അവരാരാ? അല്ലത്തി അഹ്സനത്ത് ഫർജഹ, അവർ അവരുടെ ഗുഹ്യഭാഗം കാത്തുസൂക്ഷിച്ചവരാണ്. ഫനഫഖ്ന ഫീഹി മിർ റൂഹിന, നമ്മുടെ ആത്മചൈതന്യത്തിൽ നിന്ന് നാം അതിൽ ഊതുകയും ചെയ്തു. വസദ്ദഖത്തു ബികലിമാത്തി റബ്ബിഹ, അവരുടെ റബ്ബിന്റെ വചനങ്ങളിൽ അവർ വിശ്വസിക്കുകയും വകുതുബിഹി, അവന്റെ ഗ്രന്ഥങ്ങളിലും അവർ വിശ്വസിക്കുകയും ചെയ്തു. വകാനത്ത് മിനൽ ഖാനിതീൻ, അവർ ഭക്തിയുള്ളവരുടെ കൂട്ടത്തിലായിരുന്നു. സത്യവിശ്വാസികൾക്ക് ഉപമയായി ഉദാഹരിക്കുന്ന 2ാമത്തെ സ്ത്രീ, വനിത, ഇമ്രാന്റെ മകൾ മറിയം അലൈഹിസ്സലാത്തു വസ്സലാമാണ്. എന്നിട്ട് അവരെ കുറിച്ച് നമുക്കറിയാം, മറിയം അലൈഹിസ്സലാത്തു വസ്സലാം അവർ ഇമ്രാനിന്റെയും അതുപോലെ തന്നെ സത്യവിശ്വാസികൾക്ക് മാതൃകയായി അള്ളാഹു ഉദാഹരിക്കുന്ന ഇമ്രാന്റെ മകൾ മറിയം അലൈഹിസ്സലാത്തു വസ്സലാമാണ്. അവരെ അള്ളാഹു ഉദാഹരിക്കുമ്പോൾ തീർച്ചയായും മറിയം അലൈഹിസ്സലാത്തു വസ്സലാം അവരെ കുറിച്ച് 1-2 കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അവരുടെ ജനനത്തിന് മുന്നോടിയായി സംഭവിച്ച ചില കാര്യങ്ങൾ ഖുർആൻ പറയുന്നുണ്ട്. മക്കളില്ലാതിരുന്ന ഇമ്രാനും ഭാര്യയും അള്ളാഹുവിനോട് നിരന്തരം സന്താനത്തിനു വേണ്ടി ദുആ ചെയ്യുകയും മാത്രമല്ല അങ്ങനെ സന്താനമുണ്ടായാൽ അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ തങ്ങൾ നേർച്ചയാക്കുകയും ചെയ്യും എന്നവർ ശപഥം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. ആ കാലഘട്ടത്തിൽ അങ്ങനെ ശപഥം ചെയ്യുന്ന, നേർച്ചയാക്കുന്ന ഒരു സമ്പ്രദായമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു സമ്പ്രദായത്തിന്റെ ഭാഗമായി മക്കളില്ലാതിരുന്ന ഇമ്രാനും ഭാര്യയും അള്ളാഹുവിനോട് നിരന്തരം സന്താനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. അവസാനം ഇമ്രാന്റെ ഭാര്യ അവർ ഗർഭിണിയായി. അപ്പൊ അവരിങ്ങനെ നേർച്ചയാക്കിയിരുന്നു. ബൈത്തുൽ മഖ്ദസിന്റെ അഥവാ ഫലസ്തീനിലെ ബൈത്തുൽ മഖ്ദസ് പള്ളിയുടെ പരിപാലനത്തിനും അതിന്റെ ശുശ്രൂഷക്കുമായി ആൺകുട്ടികളെ നേർച്ചയാക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്ന ഒരു കാലമായതുകൊണ്ട് തന്നെ ഈ ദമ്പതികളും
ഇമ്രാന്റെ ഭാര്യ ഗർഭിണിയായപ്പോ അവരും അങ്ങനെ നേർച്ചയാക്കി തങ്ങൾക്ക് ലഭിക്കുന്ന കുഞ്ഞിനെ ബൈത്തുൽ മഖ്ദസിന്റെ പരിചരണത്തിനായി തങ്ങൾ നേർച്ചയാക്കുന്നു എന്ന് അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു പറയുകയും ചെയ്തു. ഖുർആൻ അതിങ്ങനെ സൂറത്ത് ആലി ഇമ്രാനിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ഇത് ഖാലത്ത് ഇംറഅതു ഇമ്രാന റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററ ഫതഖബ്ബൽ മിന്നി ഇന്നക അൻതസ് സമീഉൽ അലീം. ഇത് ഖാലത്ത് ഇംറഅതു ഇമ്രാന റബ്ബ് ഇമ്രാന്റെ ഭാര്യ ഇങ്ങനെ പ്രാർത്ഥിച്ച സന്ദർഭം എന്താണ് ചെയ്തത്? റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി. ഇമ്രാന്റെ ഭാര്യ ഗർഭിണിയായപ്പോ അവരിങ്ങനെ പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ ഇങ്ങനെ അള്ളാഹുവിനോട് നേർച്ചയാക്കുകയാണ്. പടച്ചവനെ, എന്റെ ഗർഭാശയത്തിലുള്ളത്, എന്റെ വയറ്റിലുള്ളത് ഞാനിങ്ങനെ നിന്റെ മാർഗത്തിൽ നേർച്ചയാക്കുകയാണ്. ഫതഖബ്ബൽ മിന്നി, എന്നിൽ നിന്നത് സ്വീകരിക്കണമേ എന്ന്. ഏതായിരുന്നാലും ആ കാലഘട്ടത്തിലെ ഒരു സമ്പ്രദായം അനുസരിച്ചാണ് അപ്രകാരം അവർ ചെയ്തത്. അങ്ങനെ അവർക്ക് ജനിച്ച്, അല്ലെങ്കിൽ ആ ദമ്പതികൾക്ക് ജനിച്ച കുട്ടിയാണ് യഥാർത്ഥത്തിൽ മറിയം അലൈഹിസ്സലാത്തു വസ്സലാം. ഈസാ നബി അപ്പം മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു ജനനത്തിന്റെ പശ്ചാത്തലമാണ് ഞാൻ സൂചിപ്പിച്ചത്. പിന്നീട് അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളാണ്. അവരുടെ നേർച്ച, പെൺകുട്ടിയാണെങ്കിലും ആ നേർച്ച അവർ നിറവേറ്റുകയും ബൈത്തുൽ മഖ്ദസിന്റെ പരിപാലനത്തിനായി മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവർ മാറ്റുകയും ചെയ്തു. അങ്ങനെ അവരുടെ ജീവിതം അവിടെയായിരുന്നു. ഫലസ്തീനിലെ ബൈത്തുൽ മഖ്ദസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ശുശ്രൂഷയും പരിചരണമൊക്കെ ആയിട്ടായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് അവർ അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു തീരുമാനപ്രകാരം അവരുടെ അടുക്കൽ അവരെ മലക്ക് സമീപിക്കുകയും അങ്ങനെ അവർ ഗർഭിണിയാവുകയും ചെയ്യുന്നത്. അവരെ ഒരു പുരുഷൻ സ്പർശിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷേ മലക്ക് പറഞ്ഞു, അള്ളാഹു ഒരു കാര്യം ഉണ്ടാകൂ എന്ന് പറഞ്ഞാൽ അതുണ്ടാവുക തന്നെ ചെയ്യും. അങ്ങനെ മറിയം അലൈഹിസ്സലാത്തു വസ്സലാം അവർ ഗർഭിണിയാവുകയും ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന് അവർ ജന്മം നൽകുകയും ചെയ്തു. പക്ഷേ ക്രൈസ്തവരുടെ ബദ്ധവൈരികളായ ജൂതന്മാരിൽ അവർ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറ്റി വ്യഭിചാര സന്തതിയാണ് എന്ന് അവർ പറയാറുണ്ടായിരുന്നു. വേറെ ഒരു ചില കൂട്ടർ പറഞ്ഞിരുന്നത് യൂസുഫ് എന്ന പേരുള്ള ഒരാളുമായി, മറിയമിന്റെ കാമുകനായിരുന്ന യൂസുഫ് എന്ന ഒരാളുമായി അവർ ബന്ധപ്പെടുകയും അതിലൂടെയാണ് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ചത് എന്ന് വേറെ ചില ആളുകൾ കുപ്രചരണം നടത്തുകയും ചെയ്തു. അപ്പൊ ക്രൈസ്തവരുടെ ബദ്ധവൈരികളായ ജൂതന്മാർ ഈസാ നബിയെ കുറിച്ച് ജാരസന്തതി എന്ന് പ്രചരിപ്പിച്ചു. വേറെ ഒരു കൂട്ടർ എന്തു ചെയ്തു? അവരുടെ കാമുകനായ യൂസുഫിലുണ്ടായ കുഞ്ഞാണ് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇതിനെല്ലാം മറുപടിയായിട്ടാണ് അല്ലാഹു ഈ വചനത്തിൽ അവരെന്തുമാത്രം പതിവ്രതയായിരുന്നു, അല്ലത്തി അഹ്സനത്ത് ഫർജഹ, അവരവരുടെ ഗുഹ്യസ്ഥാനം കാത്തു സൂക്ഷിച്ചവളാണ് എന്ന് അള്ളാഹു അവരെ കുറിച്ച് പറഞ്ഞതോടുകൂടി അവരെ അള്ളാഹു സർട്ടിഫൈ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഒരു അപരാധത്തിനോ ഒരു നീചവൃത്തിക്കോ അവർ പോയിട്ടില്ലെന്ന് മാത്രമല്ല, എന്നാൽ അവർക്കുണ്ടായിരിക്കുന്ന ഈസ എന്ന് പറയുന്ന കുഞ്ഞ്, അല്ലെങ്കിൽ അവർ ജന്മം നൽകിയിരിക്കുന്ന കുട്ടി, അതാകട്ടെ ഫനഫഖ്നാ ഫീഹി മിർ റൂഹിന, നമ്മുടെ ആത്മചൈതന്യത്തിൽ നിന്ന് നാം ഊതിയതിന്റെ ഫലമായിട്ടാണ്. എല്ലാ കുഞ്ഞുങ്ങളും ജനിക്കുന്നത് അവർക്ക് അള്ളാഹു ആത്മാവ് അവരെ അല്ലെങ്കിൽ അവരെ ഗർഭം ധരിക്കുന്നത് അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരം തന്നെയാണ്. അവരിൽ ജീവൻ ഊതപ്പെടുന്നത് അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരം തന്നെയാണ്. പക്ഷെ ഇവിടെ ഒരു വൈവാഹിക ബന്ധമില്ലാതെ മറിയം അലൈഹിസ്സലാത്തു വസ്സലാം ഗർഭിണിയായത് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം. അതുകൊണ്ട് പ്രത്യേകമായി അവനിലേക്ക് ചേർത്തു പറഞ്ഞു. അങ്ങനെ ഫനഫഖ്ന ഫീഹി മിർ റൂഹിന, നമ്മുടെ ആത്മചൈതന്യത്തിൽ നിന്ന് നാം അവരിൽ ഊതി എന്ന് അള്ളാഹു അവരെ കുറിച്ച് പറയുന്നു. ഈ പറയുന്നതൊക്കെയും നേരത്തെ പറഞ്ഞ പല വിഭാഗങ്ങളുടെയും
കുപ്രചരണങ്ങൾക്കും അവരെക്കുറിച്ച് മോശമായി ചിത്രീകരിച്ചതിന്റെയും ഫലമായിട്ടാണ്. എന്നാൽ അവരങ്ങനത്തവളല്ലെന്നു മാത്രമല്ല, അവൾ സത്യവിശ്വാസിയായി വസദ്ദഖത് ബികലിമാതി റബ്ബിക, അവരുടെ റബ്ബിന്റെ വചനങ്ങളിൽ വിശ്വസിക്കുക മാത്രമല്ല, വകുതുബിഹി, അവന്റെ ഗ്രന്ഥങ്ങളിലും വിശ്വസിക്കുകയും ചെയ്ത, വകാനത്ത് മിനൽ ഖാനിതീൻ, ഭയഭക്തിയുള്ള ആളുകളിൽപ്പെട്ട ഒരാളുമായിരുന്നു മറിയം അലൈഹിസ്സലാത്തു വസ്സലാം എന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ആത്മാവ് എന്ന് അള്ളാഹു സൃഷ്ടിച്ച, എന്നാൽ അള്ളാഹു സൃഷ്ടിച്ച എല്ലാ ആത്മാക്കളിൽപ്പെട്ട ഒരാത്മാവ് എന്ന് തന്നെയാണ് ഉദ്ദേശം. പക്ഷേ എല്ലാ ആത്മാവും അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എങ്കിലും ശ്രേഷ്ഠമായ ഒരു സൃഷ്ടി എന്ന നിലക്കാണ് ഇവരെ പ്രത്യേകം അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞത്. എല്ലാ മനുഷ്യരിലും അള്ളാഹു തന്നെയാണ് ജീവൻ ഊതുന്നത് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ചുരുക്കത്തിൽ എല്ലാറ്റിലും ഉപരി ഇവർ നിഷ്കളങ്കയാണ്, സത്യസന്ധയാണ്, അതോടൊപ്പം തന്നെ ഭയഭക്തിയുള്ളവരിൽപ്പെട്ടവരാണ്. അത് ഒരു നീചവൃത്തിക്കോ അതല്ലെങ്കിൽ മോശമായ എന്തെങ്കിലും പ്രവർത്തിക്കോ അവർ പോയിട്ടില്ല എന്നൊക്കെ അള്ളാഹു അവരെ സർട്ടിഫൈ ചെയ്ത് പറയുമ്പോൾ ആ മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു ലോകത്തിലുള്ള മുഴുവൻ സത്യവിശ്വാസികൾക്കും മാതൃകയായി അവതരിപ്പിക്കുകയാണ്. അങ്ങനെയാണ് ഈ സൂറത്ത് അവസാനിപ്പിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, ഈ സൂറത്ത് ആരംഭിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ ഒരാളുടെ വീട്ടിൽ നിന്ന് നബി തിരുമേനി തേന് കഴിച്ചതുമായി ബന്ധപ്പെട്ട് ആ തേനിനി ഞാൻ കഴിക്കുകയില്ല എന്ന് പറഞ്ഞതും അവർക്കിടയിലെ അഥവാ രണ്ട് ഭാര്യമാർക്കിടയിൽ നടന്ന ആ ഗൂഢ അല്ലെങ്കിൽ രഹസ്യ സംസാരത്തിന്റെയും ഒക്കെ കാര്യങ്ങളായിരുന്നുവല്ലോ ഒന്നാമത്തെ ആയത്തിൽ ഈ കാര്യം പരാമർശിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ അവസാനത്തെ ആയത്തിൽ, രണ്ടായത്തുകളിൽ അള്ളാഹു സത്യവിശ്വാസികൾക്ക് മാതൃകയായി കാര്യങ്ങൾ പറയുമ്പോൾ തീർച്ചയായും ഈ ഒടുവിലത്തെ അല്ലെങ്കിൽ എന്താ പറയാ രണ്ട് സ്ത്രീകൾ, അള്ളാഹു ഉദാഹരിക്കുന്ന രണ്ട് സ്ത്രീകൾ, അവരെ പോലെ നിങ്ങളായിരിക്കണം എന്ന ഒരു നേർക്കുനേരെയല്ലാത്ത ഒരു ഉപദേശം ഈ ആയത്തുകളുണ്ട്. നബി തിരുമേനിയുടെ ഭാര്യമാരോടടക്കം പറയുന്ന ഒരു രീതി അല്ലെങ്കിൽ ഒരു ശൈലിയാണ് എന്ന് മുഫസ്സിരിങ്ങൾ പറയുന്നു. ഏതായിരുന്നാലും ലോകത്തിലെ മുഴുവൻ മനുഷ്യർക്കും സത്യവിശ്വാസികൾക്കുമുള്ള ഉപമയായി, ഉദാഹരണമായി, മാതൃകയായി അള്ളാഹു ഉദാഹരിക്കുന്നത് ധിക്കാരിയായ ഫറോവയുടെ ഭാര്യ ആസിയ ബിന്ത് മുസാഹിമിനെയും അതുപോലെ തന്നെ മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിനെയുമാണ്. കഴിഞ്ഞ ആയത്തുകളിൽ സത്യനിഷേധികൾക്ക് മാതൃകയായി അള്ളാഹു അവതരിപ്പിച്ചത് നൂഹ് നബിയുടെയും ലൂത്ത് നബിയുടെയും ഭാര്യമാരെയാണ്. ഇത് നമുക്ക് എല്ലാറ്റിൽ നിന്നും മനസ്സിലാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ തറവാടിത്തമോ കുടുംബ ബന്ധമോ സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ ഗോത്രമഹിമയോ ഒന്നും പരലോകത്ത് നമുക്ക് രക്ഷക്കെത്തുകയില്ല. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളാണ് ഓരോരുത്തരെയും രക്ഷക്ക് നിദാനമാവുക, കാരണമാവുക എന്ന അതിമഹത്തരമായ ഒരു സന്ദേശമാണ് യഥാർത്ഥത്തിൽ ഈ ആയത്തുകൾ നമുക്ക് നൽകുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച പുതിയ അധ്യായം അഥവാ ഇതിനു ശേഷമുള്ള അധ്യായം നമുക്ക് വിശദീകരിക്കാം, ആരംഭിക്കാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.